നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ BA-ക്കാരുടെ 2ാം സെമിസ്റ്റർ AC ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ആഖ്യാനവും ആവിഷ്കാരവും എന്ന ഈ പാഠപുസ്തകത്തിനകത്തുള്ള ഒരു യാത്രാ വിവരണത്തെ പറ്റിയാണ്. അതായത് നമ്മുടെ ബൈജു N നായർ എഴുതിയിട്ടുള്ള ഓർമ്മത്തെരുവുകൾ എന്ന യാത്രാ വിവരണമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്, മാധ്യമ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ അദ്ദേഹം മാതൃഭൂമിയിലെ വാഹന ലോകം എന്ന ഒരു പങ്ക്തി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സിൽക്ക് റൂട്ട് ഒക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. അദ്ദേഹത്തിന്റെ സിൽക്ക് റൂട്ട് എന്ന യാത്രാ വിവരണ കൃതിയിലുള്ള ഒരു ഭാഗം ആണ് ഓർമ്മത്തെരുവുകൾ. അതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് വരുന്നതാണ് എങ്കിൽ നമുക്ക് അറിയുന്നത് പോലെ തന്നെ സിൽക്ക് റൂട്ട് ഒക്കെ പഴയ കാലത്ത് BC 2ാം നൂറ്റാണ്ട് മുതൽ AD 14ാം നൂറ്റാണ്ട് വരെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായ ഒരു വ്യാപാര പാതയാണ് സിൽക്ക് റൂട്ട്. നമുക്കറിയാം സ്പൈസ് റൂട്ടും സിൽക്ക് റൂട്ടും ഒക്കെ അല്ലെ, കരവഴിയും കടൽ വഴിയും ഒക്കെ നമ്മൾ വാണിജ്യം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇന്ത്യ, പേർഷ്യ, അറേബ്യ, ഗ്രീസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അത് വ്യാപിക്കുകയാണ് ഉണ്ടായത്. എന്തിനാണ് ഇതിനെ സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ പട്ടുനൂൽ വ്യാപാരം നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ സിൽക്ക് റൂട്ട് എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് ഇതിനെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചൈനയും ഫാറിസ്റ്റിനെയും യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് അങ്ങനെ പലതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരവഴിയുള്ള ഒരു വാണിജ്യ പാതയായിരുന്നു ഇതെന്ന് പറയാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ചരിത്രപരമായി നോക്കിയ സിൽക്ക് റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സിൽക്ക് റൂട്ടിന്റെ ആ ചരിത്രം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ചരക്കുകൾ കൈമാറ്റം ചെയ്യാനുള്ള ഒരു പ്രധാന വഴിയായിരുന്നു. ശാസ്ത്ര സാങ്കേതിക, അതുപോലെ തന്നെ സാഹിത്യം, കല എന്നിവയിലൊക്കെ സിൽക്ക് റൂട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനെല്ലാം അപ്പുറത്തേക്ക് ബുദ്ധമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ഹിന്ദു മതവും ഒക്കെ അതിർത്തിക്കപ്പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നതിൽ സിൽക്ക് റൂട്ട് വലിയ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. അതായത് ചരിത്രപരമായി സിൽക്ക് റൂട്ടിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കാൻ ഓർമ്മത്തെരുവുകൾ എന്ന ഈ യാത്രാ വിവരണത്തിൽ ബൈജു N നായർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സിൽക്ക് റൂട്ട് എന്ന കൃതിയിൽ യഥാർത്ഥത്തിൽ പറയുന്നത് അവിടുത്തെ പ്രധാന നഗരങ്ങളിൽ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്ബെക്കിസ്ഥാന്റെ അതിമനോഹരമായ വർണ്ണനയാണ് ഈ കൃതിയിൽ ഇദ്ദേഹം എഴുത്തുകാരൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. സഹസ്രാബ്ദങ്ങളുടെ കച്ചവട ചരിത്രമുറങ്ങുന്ന ബുഖാര, സമർഘട്ട് തുടങ്ങിയ പുരാതന നഗരങ്ങളും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ദുരൂഹ മരണം കൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിലാകെ ഇടം പിടിച്ച താഷ്കെന്റും അമീർ തിമൂറിന്റെ ജന്മദേശമായ സഹ്രിസപ്സും ഒക്കെ നമ്മൾ അടുത്തറിയാൻ ഈ സിൽക്ക് റൂട്ട് എന്ന കൃതി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇനി നമ്മുടെ പാഠഭാഗത്തേക്ക് വരികയാണെങ്കിൽ സിൽക്ക് റൂട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായ ബുഖാരയിൽ എന്താണ് അത് കാണാൻ വേണ്ടി അവർ പോവുകയാണ്. അവരുടെ യാത്രയിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡിന്റെ പേര് ഉസ്മാൻ എന്നായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ചരിത്ര സാംസ്കാരിക പ്രത്യേകതകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഈ ബൈജു അടക്കമുള്ള ആളുകളെ ഈ ബുഖാരയിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് 2500 വർഷം മുമ്പ് ചേർന്നിരുന്ന ചന്തകളും നാണയ കൈമാറ്റ കേന്ദ്രങ്ങളും ഒക്കെ ഇപ്പോഴും ചരിത്ര സ്മാരകങ്ങളെ അത്രയും എന്താണ് സുരക്ഷിതത്വത്തോടു കൂടി ഇപ്പോഴും അവിടെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവരെ ഈ സമർഗഡിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാണ്. സമർഗഡിലേക്ക് പോകുന്നത് ഇതെല്ലാം കണ്ടതിന് ശേഷമാണ്. ഈ സമർഗഡിലേക്ക് പോകാൻ അവര് ഉപയോഗിക്കുന്ന പാത എന്ന് പറയുന്നത് യാത്രാമാർഗം ബുള്ളറ്റ് ട്രെയിനാണ്. മറ്റ് ലോക രാജ്യങ്ങളിലൊക്കെ അഭിമാനത്തോടെ കാണിക്കാൻ ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അത് വളരെ ചുരുക്കം ചില ആധുനിക നിർമ്മിതികളേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത്. ബുള്ളറ്റ് ട്രെയിനിന്റെ ടിക്കറ്റ് കൗണ്ടറുകൾ ബുഖാര നഗരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാടെയും ഉണ്ട്. പക്ഷെ ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയ സ്ഥലത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്താണ് അല്ലാത്തൊരു അലോസരം, അറപ്പ് തോന്നുകയാണ്. ദുർഗന്ധം തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായി മാറുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ മഞ്ഞുകാലത്ത് ഉസ്ബെക്കുകൾ, അതായത് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ ആളുകൾ കുളിക്കാറില്ല. അപ്പോ നിറയെ ഇങ്ങനെ ഉസ്ബെക്കിസ്ഥാന്റെ ട്രെയിനിന്റെ ഉള്ളിലുള്ള അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് എന്തോ തോന്നുകയാണ്. ഇന്ത്യക്കാർ ഇങ്ങനെ പാൻപരാഗ ചവച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അവിടെയുള്ള ആളുകൾ ഉസ്ബെക്കുകൾ എപ്പോഴും എന്തെങ്കിലും തണ്ടോ ഇലയോ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വല്ലാത്തൊരു ദുർഗന്ധമാണ് എന്ന് ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പിന്നെയോ അദ്ദേഹം ട്രെയിൻ കയറുന്നതിന് മുന്നേ തന്നെ ബുഖാരയിലുള്ള ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടി പുറപ്പെടുന്നു. അവിടെയുള്ള സ്ഥലത്തെ പറ്റി ഇഷ്ടികയുടെ ചുവരുകളോട് കൂടിയ ചരിത്രാവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രത്തിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് ബുഖാര എന്നുള്ള ഒരു സൂചനയും കൂടി നൽകുന്നുണ്ട്. കല്ല് വെച്ച് നടപ്പാതകളുണ്ട് അല്ലെ, കൃത്യമായ ഓരോന്നിനെ പറ്റി സൈൻ ബോർഡുകൾ കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല അറിവുള്ള ഐഡന്റിറ്റി കാർഡ് ധരിച്ച ടൈലുകൾ, അങ്ങനെ ഒരു
കൃത്യതയാർന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അദ്ദേഹം കാണുന്നതൊക്കെ. ബുഖാരയിൽ ഏറ്റവും പ്രാചീനമായ വാണിജ്യ കേന്ദ്രം കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ ക്രിസ്തുവിന് 300 വർഷം മുമ്പേ ഉണ്ടായിരുന്ന പ്രധാന കച്ചവട കേന്ദ്രമായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഹോട്ടലുകളെ പറ്റി, പള്ളികളെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ടൗൺഷിപ്പ് ആയിട്ടാണ് അത് ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെ അതിന്റെ ഒരുപാട് പ്രത്യേകതകൾ പറയുന്നു. പിന്നീട് അദ്ദേഹം കാണുന്നത് ഒരു ഐ കല്യാൺ മോസ്കിന്റെ നീല താഴികക്കുടങ്ങളാണ്. അതിനൊരു ചരിത്രമുണ്ട് എന്ന് ബൈജയൻ നായർ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഇവിടെ BC കാലഘട്ടത്തിൽ സൗരാഷ്ട്ര മതക്കാർ അഗ്നിയെ ആരാധിക്കാനായി പണിത ഒരു ക്ഷേത്രമായിരുന്നു ഈ കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. പിന്നീട് ഇസ്ലാം മതത്തിന്റെ അധിനിവേശ കാലത്ത് ആ ക്ഷേത്രം ഒരു മോസ്കായി മാറുകയാണ് ചെയ്തത്. നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലുള്ള പല സന്ദർഭങ്ങളെയും ഓർത്തു വെക്കാൻ വേണ്ടി പറ്റും. ഈ മോസ്കിന്റെ പിന്നിലായി തല ഉയർത്തി നിൽക്കുന്ന ഒരു വലിയ ഗോപുരമുണ്ട്. പക്ഷെ ആ ഗോപുരത്തിന് ഒരുപാട് ദുഃഖങ്ങൾ പറയാനുണ്ട് എന്നാ പറയുന്നത്, കല്യാൺ മോസ്കിന്റെ ഗോപുരത്തിന്. അതെന്താണെന്ന് ചോദിച്ചാല് ഇത് കല്യാൺ മിനറ്റ് എന്ന ഒരു കീർത്തി സ്തംഭമായിരുന്നെന്നും അന്നത്തെ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെ കാലഘട്ടത്തില് ഈ കീർത്തി സ്തംഭം ദുഃഖത്തിന്റെ പ്രതീകമായി മാറി. ഒരുപക്ഷെ അങ്ങനെ സന്ദർഭങ്ങളൊക്കെ വെച്ച് ചോദ്യം ചോദിക്കാം. അതെങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ ചെങ്കിസ് ഖാന്റെ കാലത്ത് 30,000-ലധികം വരുന്ന സൈനികരെ കൊന്നു കളഞ്ഞിരുന്ന ഒരു ഉപാധിയായിരുന്നു ഈ പറയുന്ന നമ്മുടെ കല്യാൺ മിനററ്റ് എന്ന് പറയുന്നത്. അതായത് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഗോപുരത്തിന്റെ മേലെ കയറി നിന്നിട്ട് എന്ത് ചെയ്യും, ഈ സൈനികരെ ഏറ്റവും താഴെയിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുക. അങ്ങനെയാണ് കൊന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കോ എന്നൊരു ശില്പി പറ്റിയൊക്കെയുള്ള സൂചനകൾ ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ ഈ ബാക്കോ എന്ന ശില്പി ഇങ്ങനെ പണിത് കൊടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഉപയോഗിക്കാനുള്ള വിൽപത്രത്തിൽ എഴുതുന്നത് താൻ മരിച്ചു കഴിയുമ്പോൾ തന്നെ ഈ മിനററ്റിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു, അതിന്റെ കാഴ്ചകൾ നടപ്പാതകളൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് സ്വർണ്ണ മാർക്കറ്റ് കാണുന്നുണ്ട്. അവിടെ കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ കാര്യമായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ എന്താണ് ഇങ്ങനെ ഇവർ ഈ സ്ത്രീകൾ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോ പറയുന്നത്, ജർമ്മനിയിൽ നിന്നും മന്ത്രിമാരടങ്ങുന്ന ഒരു സംഘം ഇത് സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെ കാണിക്കാൻ വേണ്ടി വൃത്തിയാക്കുന്നു എന്നാണ് ഉസ്മാൻ എന്ന ഗൈഡ് ബൈജുവിനോടും ഒപ്പരമുള്ള ആളുകളോടും പറയുന്നത്. അപ്പോ ബൈജു ആലോചിക്കുകയാണ് ഈ ഇൻസ്റ്റന്റ് വൃത്തിയാക്കൽ എന്നുള്ളത് ഉസ്ബെക്കിസ്ഥാനിൽ മാത്രമല്ല, ഒരുപക്ഷെ എവിടെയും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട് അല്ലെ. ആരെങ്കിലും വരുന്നു എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, നമ്മളെ വീട്ടിൽ തന്നെ അല്ലെ ആരെങ്കിലും വരുന്നു എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് വൃത്തിയാക്കുന്നത് പോലെ അത് അങ്ങനെ തന്നെ ഇവിടെ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇതുണ്ടല്ലോ എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ജൂതന്മാരുടെ പഴയ വാസസ്ഥലം കാണുന്നുണ്ട്. ജൂതന്മാര് ബുഖാരയിൽ ഒരു പ്രബല സമുദായമായിരുന്നു എന്നുള്ളൊരു സൂചന അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരവിടെ അവരുടെ ആരാധനാ കേന്ദ്രമായ സിനഗോഗുകൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് എപ്പോഴാണ് ജൂതന്മാർ ഉസ്ബെക്കിസ്ഥാൻ വിട്ടു പോയതെന്ന് ചോദിച്ചാൽ അത് സോവിയറ്റ് യൂണിയന്റെ അധീനതയിൽ ഉസ്ബെക്കിസ്ഥാൻ വന്നതിന് ശേഷമാണ്. പിന്നീട് അവരുടെ ഈ സിനഗോഗുകൾ ഉൾപ്പെടെയുള്ള മണിമാളികകള് വിൽക്കുകയും ഗസ്റ്റ് ഹൗസുകളായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ലാബി ഹൗസ് എന്ന കുളത്തിന്റെ കരയിൽ ലോകത്തെ ആദ്യത്തെ നാണയവിനിമയ കേന്ദ്രം ഉസ്ബെക്കിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്നത്തെ നാണയ അതുപോലെ തന്നെ ചരക്ക് കൈമാറ്റത്തിന്റെ ഒക്കെ പ്രധാന കേന്ദ്രമായിരുന്നു ഈ പറയുന്ന ലാബി ഹൗസ് എന്ന സ്ഥലം എന്നുള്ളത്. ഇതൊക്കെ കണ്ട് ഈ മനോഹരമായ കാഴ്ചകളും ചരിത്രത്തിന്റെ പ്രത്യേകതകളും ഒക്കെ പറഞ്ഞുകൊണ്ട് അവര് പിന്നീട് ബുള്ളറ്റ് ട്രെയിനിൽ കയറാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതും അവിടുത്തെ പ്രത്യേകതകൾ, ഒരു റെയിൽവേ സ്റ്റേഷനിലെ സംവിധാനം ഒരു വിമാനത്താവളത്തോളം സുരക്ഷിതത്വമുള്ള അത്രയധികം നടപടിക്രമങ്ങൾ ഉള്ളതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബുള്ളറ്റ് ട്രെയിൻ കണ്ടപ്പോൾ ഇവരാകെ ഞെട്ടുകയാണ്. രാജകീയമായ സൗകര്യങ്ങൾ അടങ്ങിയ ഓരോ കമ്പാർട്ട്മെന്റിലും അറ്റൻഡർമാരൊക്കെ, നമ്മളെ ഒരുപക്ഷെ വന്ദേ ഭാരതൊക്കെ പോലെ ഓരോ കമ്പാർട്ട്മെന്റിലും അറ്റൻഡർമാരൊക്കെ ഉള്ള ആഹാരപാനീയങ്ങളൊക്കെ കൊണ്ടുവരുന്ന വളരെ വിശാലമായ ഒരു ട്രെയിൻ ആയിരുന്നു ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ 13 മണിക്കൂർ ദൂരമാണ് അവര് സഞ്ചരിച്ചത് കാറിലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് അവര് തിരിച്ച് ആ സ്ഥലത്തേക്ക് എത്തി എന്ന് പറയുമ്പോൾ കേരളയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലൊക്കെ വരാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളും അതൊക്കെ തന്നെയാണ്. അതായത് വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ യാത്രാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഈ ബുള്ളറ്റ് ട്രെയിൻ അവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ എന്ന നഗരത്തിന്റെ ചരിത്ര, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ പ്രത്യേകതകളിലേക്കൊക്കെ എഴുത്തുകാരൻ കണ്ണയക്കുകയാണ്. അതിനെപ്പറ്റിയാണ് അദ്ദേഹം തന്റെ ഈ യാത്രയിൽ, അതായത് അദ്ദേഹം ഇവിടെ പറയുന്നത് ഓർമ്മ തെരുവുകൾ എന്ന നമ്മുടെ യാത്രാ വിവരണത്തിൽ സൂചിപ്പിക്കുന്നത്.